guys. Let's start question 4. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നു കണ്ടുപിടിക്കാം. ഓക്കെ. A client to your consultancy firms has existing installations which requires fault level analysis, and to enable you to complete the necessary calculations, they have provided administrations as long as figure Q4 and 11 data generating stations is identified as feeding a 220 kilowatt system. The data supplies is 11 kV, 11 kV whatever. Okay. Here sketch a single line reactance diagram to represent figure Q4. Where is Q4? There is the Q4. Including components values to demonstrate circuit reductions to a single reactance. So we need to compress this to a single reactance. First of all, we are going to do. അപ്പോൾ നമ്മൾ ആദ്യം Q4 A. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസ് അല്ല എസ് ബേസ് കണ്ടുപിടിക്കുക. എസ് ബേസ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിനെ കംപ്രസ് ചെയ്ത് സിംഗിൾ സിസ്റ്റമാക്കി മാറ്റാം. ഇതാണ് ബേസിക് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം സിംഗിൾ റിയാക്റ്റൻസിലേക്ക് മാറ്റാം. ഓക്കെ. സിംഗിൾ റിയാക്റ്റൻസ്. വാട്ട് ഇസ് റിയാക്റ്റൻസ്? Okay, you study from there. R plus JXL. So here only JXL. That is reactance. JXL വന്നാ J ഒരുമിച്ച് വരുന്ന അതിലാണ് റിയാക്റ്റൻസ് ആയിട്ട് കൂട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എസ് ബേസ് കണ്ടുപിടിക്കണം. എസ് ബേസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇതാണ് ഒരു സിസ്റ്റം. ഇതിനകത്ത് G1, G2, T1, T2 and there's a line and fault. Okay. G1 is a generator, G2 second generator, T1 is a transformer, T2 second transformer. Okay. And അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. G1ൻ്റെ എത്ര വോൾട്ടേജാണ്? 11 kV. എത്ര മെഗാവാട്ട്, എത്ര അപ്പാരൻറ്റ് പവറാണ് യൂസ് ചെയ്യുന്നത്? 100 മെഗാവാട്ട്, മെഗാ VA. അതിൻ്റെ റിയാക്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. G2ൻ്റെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ T1ൻ്റെയും T2ൻ്റെയും കൊടുത്തിട്ടുണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് ദ എസ് ബേസ് ഫസ്റ്റ്. എസ് ബേസ് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന വാല്യൂവിൽ ഏറ്റവും വലിയ വാല്യൂ. ഓക്കെ. എസ് എന്ന് വെച്ചാൽ അറിയാലോ എന്താണ്? അപ്പാരൻറ്റ് പവർ. എക്സ് എസ്. എസ് റെപ്രസെൻറ്റ് എസ് അപ്പാരൻറ്റ് പവർ. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂവിൽ 100 മെഗാ VA ആണ് ഏറ്റവും വലുത്. 100 മെഗാ VA ആണ് ഏറ്റവും വലുത്. പിന്നീട് 75 VA അങ്ങനെയാണ് കിടക്കണത്. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയത് എസ് ബേസ് ആയിട്ട് എടുക്കുക. അതായത് 100 മെഗാ VA ഇവിടെ എസ് ബേസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ. എസ് ബേസ് എടുക്കുക. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും റിയാക്റ്റൻസ് കണ്ടുപിടിക്കാൻ പോകുന്നു. ഫസ്റ്റ് നമ്മൾ നേരെ G1ൻ്റെ XG1 അതിൻ്റെ റിയാക്റ്റൻസ് കണ്ടുപിടിക്കാൻ പോകുന്നു. ഇതിൻ്റെ റിയാക്റ്റൻസ് ഇവിടെ നോക്കാം. G1ൻ്റെ പവർ കൊടുത്തിട്ടുണ്ട് 100 MVA ആണ്. റിയാക്റ്റൻസ് 0.2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിയാക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ X actual multiply by S base divided by S actual. ഇവിടെ എക്സും ഇവിടെ എസും ആണ് അപ്പാരൻറ്റ് പവറും, ഇത് റിയാക്റ്റൻസും. ഓക്കെ. എക്സ് ആക്ച്വലി എന്താണെന്ന് നോക്കാം. G1ൻ്റെ എക്സ് ആക്ച്വലി എന്താണ്? 0.2 മൾട്ടിപ്ലൈ ബൈ എസ് ബേസ്. എസ് ബേസ് നമ്മൾ 100 ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എസ് ബേസ് 100. എസ് ആക്ച്വലി G1ൻ്റെ ലൈനിൽ 100 MVA തന്നെയാണ് എസ് ആക്ച്വലി. അപ്പോൾ അവിടെ 100 എഴുതാം. 100 എഴുതി. ഓക്കെ. സോ ഇത് തമ്മിൽ വെട്ടിപ്പോയി. നമുക്ക് XG1 J കൊടുക്കണം. 0.2 തന്നെ തിരിച്ചു കിട്ടി. ഓക്കെ. J 0.2 തന്നെ തിരിച്ചു കിട്ടി. ദെൻ നമ്മൾ ഇനി XG2 കണ്ടുപിടിക്കാൻ പോകുന്നു. സെയിം ഇക്വേഷൻ തന്നെ. എക്സ് ആക്ച്വൽ J 0.2
അതായത് XG1 നമ്മൾ ഇതിനെ പാർട്ട് ചെയ്യാൻ പോവുകയാണ്, ഓരോന്നിനും സെപ്പറേറ്റ് പാർട്ട് ചെയ്യാൻ പോകുന്നത്. G1 ഉണ്ട്, T1 ഉണ്ട്, G2 ഉണ്ട്, T2 ഉണ്ട്, പിന്നെ ലൈൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനേക്ക് പാർട്ട് ചെയ്തിട്ട് പ്ലസ് ചെയ്ത് ചെറിയൊരു സിംഗിൾ സിസ്റ്റം ആക്കാനാണ് നമ്മുടെ ഉദ്ദേശം. സ്കെച്ച് എ സിംഗിൾ ലൈൻ റിയാക്ടൻസ് ഡയഗ്രാം ടു റെപ്രസെന്റ് ഫിഗർ Q4, അതാണ് പോസിറ്റീവ്. അപ്പോൾ സിംഗിൾ ലൈൻ റിയാക്ടൻസ് ഡയഗ്രാം ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. ഇൻക്ലൂഡിങ് കമ്പൗണ്ട്സ് വാല്യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് സർക്യൂട്ട് റിഡക്ഷൻ. സർക്യൂട്ടിനെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കണം. അതിനുവേണ്ടി G1-ൻ്റെ റിയാക്ടൻസ് വാല്യൂ എടുക്കും, T1-ൻ്റെ റിയാക്ടൻസ് വാല്യൂ എടുക്കും, G2-ൻ്റെ റിയാക്ടൻസ് വാല്യൂ എടുക്കും, T2-ൻ്റെ റിയാക്ടൻസ് വാല്യൂ എടുക്കും, പിന്നെ ലൈനിൻ്റെ റിയാക്ടൻസ് എടുക്കും, ഇതിൻ്റെ മുകളിലത്തെ ലൈനിൻ്റെ റിയാക്ടൻസ് എടുക്കും. എന്നിട്ട് അതിനെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. അതാണ് പ്രോബ്ലം. അപ്പോൾ റിയാക്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇതാണ്. തന്നിരിക്കുന്ന റിയാക്ടൻസ് മൾട്ടിപ്ലൈ എസ് ബേസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ വാല്യൂ ഡിവൈഡഡ് ബൈ എസ് ആക്ച്വലി. G1-ൻ്റെ എസ് ആക്ച്വലി 100 തന്നെയാണ്. സോ അത് തമ്മിൽ വെട്ടിപ്പോയി. സോ 0.2 കിട്ടി. ഇനി G2-ൻ്റെ കേസിൽ വരുമ്പോൾ എക്സ് റിയാക്ടൻസ് മൾട്ടിപ്ലൈ എസ് ബേസ് എക്സ് ആക്ച്വൽ മൾട്ടിപ്ലൈ എസ് ബേസ് ഡിവൈഡഡ് ബൈ എസ് ആക്ച്വലി കിട്ടി. അപ്പോൾ എക്സ് ആക്ച്വലി എന്താണ് ഇവിടെ G2-ൻ്റെ കൊടുത്തേക്കുന്നത് 0.175 ആണ്. 0.175 മൾട്ടിപ്ലൈ എസ് ബേസ് 100 തന്നെ ഡിവൈഡ് ബൈ 75 ഈക്വൽ ടു 0.175 multiply 100 divided by 75. എന്തായി? ഹലോ, ആ ലൈബ്രറി ഇല്ല, പോയിട്ടില്ല. ഇല്ല, നീ കൊണ്ടാ അല്ല കഥ പിന്നെ പറയാം, വന്നിട്ട് പറയാം. ഇവിടെ റെക്കോർഡിംഗ് ആണ്. കഥ പിന്നെ പറയാൻ റെക്കോർഡിങ്ങിലാണ്. ശരി, വന്നിട്ട് പറയാം. വാ, അപ്പോൾ 0.233 കിട്ടി. അപ്പോൾ Xg2-ൻ്റെ വാല്യൂ കിട്ടി. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും Xg2 തന്നിരിക്കുന്ന വാല്യൂയിൽ നിന്ന് വ്യതിയാനപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആക്ച്വൽ എസ് ആക്ച്വലി വ്യത്യാസമുണ്ട്. 75 ആണ്. അപ്പോൾ അത് കിട്ടിയത് ഇവിടെ നിന്നാണ്. അത് ശ്രദ്ധിക്കണം, മാറിപ്പോകും. ഇനി അടുത്തത് നമ്മൾ T1-ൻ്റെ XT1 കണ്ടുപിടിക്കാൻ പോകും. XT1 ഈക്വൽ ടു എക്സ് ആക്ച്വലി മൾട്ടിപ്ലൈ എസ് ബേസ് ഡിവൈഡഡ് ബൈ എസ് ആക്ച്വലി. ഓക്കെ, XT1-ൻ്റെ കേസിലും സെയിം തന്നെ. തന്നിരിക്കുന്ന വാല്യൂ 0.15 മൾട്ടിപ്ലൈ 100 ബൈ 100 തന്നെ വരും. അത് നമ്മൾ വീട്ടിപ്പോൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിനെ തിരിച്ചിട്ടും. അപ്പോൾ J എഴുതാൻ മറക്കരുത്. J ഈക്വൽ ടു 0.15 കിട്ടും. ഓക്കെ, ഇനി XT2 ആകുമ്പോൾ XT2 കാണാനായിട്ട് എക്സ് ആക്ച്വൽ മൾട്ടിപ്ലൈ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ബേസ് ഇതിനകത്ത് തന്നെ അപ്പം XT2 ഇത് ചെയ്തിട്ട് പി പെർ യൂണിറ്റ് കൊടുത്തേക്കുന്നത് ആണോ, തെറ്റാണോ? എക്സ് ആക്ച്വൽ എന്താ? എക്സ് ആക്ച്വലോട് കൊടുത്തിട്ടുണ്ട് 0.1 മൾട്ടിപ്ലൈ 100 ഡിവൈഡഡ് ബൈ 75, ദാറ്റ് ഈസ് എന്താ അതോ 0.133 J കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഇനി ഉള്ളത് ഈ രണ്ടെണ്ണം കൂടി ഉണ്ട്. നേരത്തെ കണ്ട പോലെ ഇതിന് വേറെ ഡാറ്റ സപ്ലൈ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ലൈനിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ഇക്വേഷന് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ എക്സ് ലൈനിന്ന് ചെയ്യണം. എക്സ് ലൈൻ ഈസിക്കൽ ടു എക്സ് ആക്ച്വലി, അവിടെയുള്ള ആക്ച്വൽ റിയാക്റ്റൻസ് എസ് ബേസ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ബേസ്. വി സ്ക്വയർ
വി ബേസ് സ്ക്വയർ. വി ബേസ് കണ്ടുപിടിക്കണം ആദ്യം, എന്നിട്ട് സ്ക്വയർ ചെയ്യണം. വി ബേസ് എന്ന് വെച്ചാൽ വി ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എന്താ ചെയ്തത്, ഏറ്റവും വലിയ വാല്യൂ എടുത്തു. അതുപോലെ തന്നെ ഇവിടെ വി ബേസ് ഏതാണ് ഏറ്റവും വലുത് അതെടുക്കുക എന്നാണ് തോന്നണേ. 220 അല്ലെങ്കിൽ സെക്കൻഡറിയിൽ ഏതാണ് ആ വോൾട്ടേജ് എടുക്കുക. 220 സ്ക്വയർ എങ്ങനെയാണ് 220 kV 220 kV എടുക്കുക. അപ്പോൾ എക്സാക്ച്വലി എന്താണ് 42 മൾട്ടിപ്ലൈ എസ് ബേസ് 100 തന്നെ 220 ഹോൾ സ്ക്വയർ കിട്ടും. ആൻസറായിട്ട് ജെ 0.0868 കിട്ടും. ഓക്കെ, അത് തന്നെയാണ് രണ്ടാമത്തെ ലൈനും. 2 ലൈനുണ്ട്, പക്ഷേ സെയിം തന്നെ ആയതുകൊണ്ട് ചെയ്യുന്നില്ല, 2 സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് അപ്പാർട്ട് ചെയ്യാം. പാർട്ട് ചെയ്യാനായിട്ട് കിട്ടിയ വാല്യൂനെ നമ്മൾ ഡയഗ്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ഏതാണ്? G1 G1 T1. സെക്കൻഡായിട്ട് G2 T2. അപ്പോൾ അത് എഴുതാം. XG1 XT1 XG2 T2. എന്നിട്ട് ഇത് സെയിം പോലെ തന്നെ രണ്ടും തമ്മിൽ ജോയിൻ്റ് ആകുന്നു. പിന്നെ ഇവിടെ നിന്ന് 2 ലൈൻ പോകുന്നു, അതിനൊരു ബോക്സ് വരച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഫോൾട്ട്. ഓക്കെ, ഇത് ലൈൻ 1 XL ലൈന്. ഇതിന് വാല്യൂ ഉണ്ട്. XG1 വാല്യൂ 0.2 ആണ്, J 0.2, G2 0.233 J എഴുതണം. പിന്നെ J 0.15 T1 J 0.15 J 0.133 X ലൈൻ്റെ J 0.0 J 0.868 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ റെസിസ്റ്ററിൻ്റെ ബ്രാഞ്ച് ഇക്വേഷൻസ് ഉപയോഗിക്കണം. ഇവിടെ റെസിസ്റ്റർ സീരീസ് ആണെങ്കിൽ റെസിസ്റ്റൻസിനെ നമുക്ക് ഡയറക്റ്റ് പ്ലസ് ചെയ്യാൻ പറ്റും. R1 + R2 ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് സിംഗിളാക്കി മാറ്റാൻ പറ്റും, സിംഗിൾ റെസിസ്റ്ററാക്കി മാറ്റാം. ആ ഒരു പരിപാടിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും പ്ലസ് ചെയ്യും, അതുപോലെ തന്നെ താഴത്തെ രണ്ടിനെയും പ്ലസ് ചെയ്യും. സോ പ്ലസ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയതായി ഡയഗ്രം കിട്ടും. പ്ലസ് എന്ന് പറയുന്നത് 0.2 + 0.15 അങ്ങനെയാണ് പ്ലസ്. 0.2 + 0.15 മേളിൽ സീരീസ് ആയിട്ടുള്ളത് രണ്ടും പ്ലസ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് രണ്ടും പ്രസ് ചെയ്യുക, താഴത്തെയും പ്രസ് ചെയ്യുക. അപ്പോൾ രണ്ടും പുതിയ 2 പാരലൽ റെസിസ്റ്റൻസ് വരും. ഫോൾട്ട് പുതിയ വാല്യൂ വരുന്നത് മേളിൽ J 0.35 അത് ആഡ് ചെയ്തതാണ്. ഇത് ഇവിടെ ഉണ്ടായ 2 റെസിസ്റ്ററും കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. റെസിസ്റ്റർ അല്ല, ബ്ലോക്കുകൾ. താഴെ J 0.366 അപ്പുറത്ത് സെയിം തന്നെ, അടുത്തത് മാറ്റില്ല. ഇതൊന്നും ചെയ്തല്ലോ നമ്മൾ കാരണം. ഓക്കെ, J 0.0868 നേരത്തെ വാല്യൂവിന് J 0.0868. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇനി പാരലൽ ഇക്വേഷൻ ചെയ്യണം. അപ്പോൾ റെസിസ്റ്റർ പാരലൽ ആണെങ്കിൽ ഒന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന ഇക്വേഷനാണ്. R1 R2 ആണെങ്കിൽ ഒന്നാക്കാൻ ചെയ്യുന്ന ഇക്വേഷൻ R1 × R2 ഡിവൈഡഡ് ബൈ R1 + R2. ആ ഇക്വേഷൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, സോ ഇതിനെ X1 എന്നും X2 എന്നും കൊടുത്തു, ഇതിനെ X3 എന്നും X4 എന്നും കൊടുത്തു നമ്മുടെ കൺവെൻസിന്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത് X1 × X2 ഡിവൈഡഡ് ബൈ X1 + X2 കിട്ടും. അതായത് J of 0.35 × J of
0.366 divided by 0.35 plus 0.366 കിട്ടും. എത്രയും നോക്കാം. അതെങ്ങനെ ചെയ്യാം? പ്ലസ് ചെയ്യാം നേരെ. സാധാ ചെയ്യണം. സാധാ പ്ലസ് ചെയ്താൽ പോരെ. അല്ലാണ്ട് ഇവിടെ ഇപ്പോൾ എടുക്കാതെ നമ്മൾ എന്തുകൊണ്ട് എടുക്കുന്നത്? കേട്ടോ പോരെ കഴിഞ്ഞിരിക്കും. ചോദിച്ചേടാ. അല്ല നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു കോമൺ ഡൗട്ട് ചോദിക്കുക. ലൈക്ക് എന്ന് വെച്ചാൽ ഇൻഡു ചെയ്യുമ്പോൾ ഇവിടെ അവിടെ പോളാറും അത് നോക്കണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് റിയാക്റ്റൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളത്. ചില വാല്യൂ എഴുതിക്കും, അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അവിടെ വരിക എന്ന് പറയുന്നത് 0. ഫസ്റ്റ് ബ്ലോക്ക് വരിക J0.179 പറ്റില്ലേ? 179. സെക്കൻഡ് ബോക്സ് x3 multiply x4 divided by x3 plus x4 that is equal to എന്ന് പറയുന്നത് 0.08. ആൻസർ എഴുതി പറഞ്ഞപ്പോൾ 0.0434 കിട്ടും ആൻസർ ആയിട്ട്. പുതിയ ബ്ലോക്ക് വരിക. ഓക്കെ, ഇനി പുതിയ ബ്ലോക്കിൻ്റെ ഡയഗ്രമായിട്ട് രണ്ട് പാരലായിട്ട് കിടന്നു കഴിഞ്ഞാൽ രണ്ട് സീരീസ് ആയിട്ട് മാറ്റി. ഓക്കെ, ഇത് ഫസ്റ്റ് കിട്ടിയ ഉത്തരം J0.179, സെക്കൻഡ് കിട്ടിയ ഉത്തരം J0.0434. ഓക്കെ, ഇനി ഇതിപ്പോൾ സീരീസ് റെസിസ്റ്റൻസ് ആയി. വീണ്ടും നമുക്ക് ആഡപ്പ് ചെയ്താൽ മതി. നേരത്തെ പോലെ തന്നെ ആഡപ്പ് ചെയ്യാം ഡയറക്റ്റ്. അപ്പോൾ വരിക 0.22. അങ്ങനെ റിയാക്റ്റൻസിനെ സിമ്പിളാക്കി ഒറ്റ ഡയഗ്രാക്കി ആൻസർ 0. ഇത്രയും ചെയ്താൽ 13 മാർക്ക്. ഇത്രയും ചെയ്താൽ 13 മാർക്ക് കിട്ടും. സ്റ്റെപ്പ് മാറാറില്ല കേട്ടോ. ഓക്കെ, അതിൻ്റെ ബി പാർട്ടൊക്കെ അറിയത്തില്ല എനിക്ക്, ക്വാളിറ്റി ലെവൽ അതെനിക്ക് കറക്റ്റ് അറിയില്ല. ബി പാർട്ട് ഇത്രയും ചെയ്ത് 13 മാർക്ക് കിട്ടി. ഇനി ബി പാർട്ടിൽ ദ ഫോൾട്ട് ലെവൽ ഇൻ MVA. ഫോൾട്ട് ലെവൽ കണ്ടുപിടിക്കണം. MVAയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോൾട്ട് ലെവൽ ഇൻ MVA. അതെങ്ങനെയാണ്? ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. XP/XP എന്നാ കൊടുത്തേക്കുന്നത്. XB അതായത് ബേസ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത് ബേസ്. ഓക്കെ, എസ് ബേസ് ഡിവൈഡഡ് ബൈ X per unit. അതായത് നമ്മൾ സിംഗിൾ റിയാക്റ്റൻസ് ആക്കി മാറ്റിയ ഇതാണ് X per unit. ഓക്കെ, എസ് ബേസ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട് 100. ഇവിടുത്തെ കേസിൽ 10⁶ ഉപയോഗിക്കണം. നേരത്തെ കാരണം ഉപയോഗിക്കാഞ്ഞത് മുകളിലും താഴത്തും 10⁶ വന്നുകൊണ്ട് ഡയറക്റ്റ് വെട്ടിപ്പോണോണ്ട് മാത്രമാണ് അവിടെ കാണിക്കാഞ്ഞത്. ഓക്കെ, എല്ലാ കേസിലും നമുക്ക് ഉപയോഗിക്കാം. വെട്ടിപ്പോയാലും ഇല്ലെങ്കിലും കാണിക്കേണ്ടതാണ്. പക്ഷേ സാറ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ അങ്ങനെ. ഓക്കെ, താഴത്ത് നമുക്ക് നേരത്തെ കിട്ടിയ 0.222 വെച്ചു. അപ്പോൾ നമുക്ക് 450.45 കിട്ടി. ഓക്കെ, ഇതാണ് 0.22 മെഗാ ആംപിയർ കിട്ടി. ഇതല്ല 0.22. നമ്മള് അവസാനം കിട്ടിയ നമ്മൾ ഓക്കെ, അതാണ് എക്സിനെ പെർ യൂണിറ്റ് ആക്കി, സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റി. ജെ കളഞ്ഞാൽ മതിയോ എക്സിനെ? ജെ എന്ന് പറഞ്ഞ ഇതില്ല. ജെ എന്ന് വെച്ചാൽ വെറുതെ റെപ്രസെന്റേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഫോൾട്ട് ലെവൽ കിട്ടി. അപ്പൊ അതിന്റെ ബി പാർട്ട് കഴിഞ്ഞു. ഇനി സി പാർട്ട് ടോട്ടൽ ഫോൾട്ട് കറണ്ട് ഇൻ കെ. ടോട്ടൽ കിലോ ആംപിയറിലുള്ള ടോട്ടൽ കാണണം. സി ടോട്ടൽ ഫോൾട്ട് ലെവൽ, ഫോൾട്ട് കറണ്ട് ഇൻ കെ കിലോ ആംപിയറിൽ കാണണം. ഓക്കെ, ടോട്ടൽ ഫോൾട്ട് ലെവൽ ഇപ്പൊ കിട്ടിയ ഡിവൈഡഡ് ബൈ. അപ്പോൾ ഫോൾട്ട് കറണ്ട് ഫോൾട്ട് ലെവൽ നമുക്ക് ഓൾറെഡി ഇപ്പൊ കിട്ടി. ഓക്കെ, ഇക്വേഷൻ വരിക. അപ്പോൾ ഫോൾട്ട് കറണ്ട് ഈക്വൽ ടു FL ഫോൾട്ട് ലെവൽ ഡിവൈഡഡ് ബൈ ഫോൾട്ട് ലെവൽ FL ഡിവൈഡഡ് ബൈ √3. സിംഗിൾ ഫേസ് ആക്കാൻ വേണ്ടിയാണ് റൂട്ട് ഫേസ് ആക്കാൻ. ഓക്കെ, വി ബേസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി ബേസ് കോൺസ്റ്റന്റ് ആണ് നേരത്തെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ FL എന്താണ്? 450.45 മെഗാവാട്ട് ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ √3 മൾട്ടിപ്ലൈ വോൾട്ടേജ് 220 ഇൻറ്റു 10⁻³ ഓക്കെ, ഇത് കിട്ടുന്ന വാല്യൂ
1.18 into 10 raised to 3 ആ വരിക. അപ്പോൾ ഫോൾട്ട് കറണ്ട് ആയിട്ട് IF 1.18 കിലോ കിലോ ആംപിയർ കിട്ടി. അത് സിംഗിൾ ഫേസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം, എനിക്ക് ഉറപ്പില്ല. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ ഡി. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോൾട്ട് കറന്റ് സപ്ലൈഡ് ബൈ ഈച്ച് ജനറേറ്റർ ഇൻ KA. ഓക്കെ, ഫോൾട്ട് കറണ്ട് ജനറേറ്റഡ് ബൈ ഈച്ച് ജനറേറ്റർ ആണ്, സോറി, സപ്ലൈഡ് ബൈ ഈ ജനറേറ്റർ. സപ്ലൈഡ് ബൈ ഈച്ച് ജനറേറ്റർ ഇൻ KA. G1 ഉം G2 ഉം അതറിയോ? ഇപ്പോൾ നോക്കി 1.18 KA, പക്ഷെ G1 12 ആയി. അതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. വോൾട്ട് കറണ്ട് ഇതാണ് IF. ഫോൾട്ട് കറണ്ട് വരെ കറക്റ്റാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ പകുതി വല്ലതുണ്ടെങ്കിൽ ഒരു ബേസിക് ലോജിക്ക് നമുക്ക് ഇത് ചെയ്യാം, ലോജിക്ക് സെറ്റ് ആവുന്നു. വോൾട്ട് കറണ്ട് സപ്ലൈഡ് ബൈ ഈച്ച് ജനറേറ്റർ, അതാണ് കണ്ടുപിടിക്കാൻ പോണത്. വോൾട്ട് കറണ്ട് ജനറേറ്റർ. ആ പറ. ഇവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചത് ഇപ്പൊ ഐ ബേസ് 11 kVയിൽ ഐ ബേസ് കണ്ടുപിടിച്ചേക്കുന്നത് SP ബൈ VB. ഫസ്റ്റ് ഐ ബേസ് കണ്ടുപിടിക്കുകയാണ്. 11 kV കണ്ടുപിടിക്കാൻ പോണേ. നമ്മൾ ഓൾറെഡി SP 100 നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 11 kV എന്ന് പറയുമ്പോൾ √3 ഇൻറ്റു ലൈക്ക് V ബേസ് എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു 11 kV ആണല്ലോ. 11 KVയുടെ VB. ഒന്നിലടാ ഫോൾട്ട് കറണ്ട് മുകളിൽ ചെയ്തേക്കണം, തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പ് പോകുക. ഇവിടെ ചെയ്തേക്കുന്നതും സെയിം സ്റ്റെപ്പ് തന്നെയാണ്. സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്തേക്കണേ. അവിടുത്തെ വോൾട്ടേജ് മാത്രം വ്യത്യാസം വരുള്ളൂ, അല്ലേ? അല്ലല്ലോ, ഫോൾട്ട് ലെവലാണ് എടുത്തത്. ഫോൾട്ട് ലെവൽ അവിടെ ഉപയോഗിച്ചത് എസ് ബേസ് ആണ്. എസ് ബേസിന് അടിയിലത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എടാ പവറിന്റെ ഇക്വേഷൻ, യെസ്, പവർ അല്ല, കറണ്ടിന്റെ ഇക്വേഷൻ. പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. നമുക്ക് അപ്പൊ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്, ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ ഒരു 11 KVയിലുള്ള കറണ്ട്. നമ്മൾ 100 തന്നെയാണ് എപ്പോഴും എടുക്കുന്നത്. ഇപ്പൊ 100 തന്നെ എടുക്കുന്നത്. എസ് ബേസ് ഡിവൈഡഡ് ബൈ VB, അതായത് 11 KVയിലെ വോൾട്ടേജ് മാത്രം വ്യത്യാസം വരുള്ളൂ, 11 KV മാത്രം ഇവിടെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എസ് ബേസ് എന്താണ് 100 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ √3 ചെയ്യണം, ബിക്കോസ് സിംഗിൾ ഫേസ് ആക്കാൻ വേണ്ടി. 11 ഇൻറ്റു 10⁻³ ആൻസർ ആയിട്ട് 5248.6 ആംപിയർ വരുന്നുണ്ട്. സെയിം പോലെ തന്നെ 220 11 KVയിൽ സപ്ലൈ ആയിട്ട് 11 KV സപ്ലൈ ആയിട്ട് 5248 ആംപിയർ സപ്ലൈ ചെയ്യുന്നുണ്ട് 11 KVയിൽ ബേസിക്കലി. ഓക്കെ, അത് തന്നെ നമുക്ക് IB 220 KVയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അത് SB ഡിവൈഡ് ബൈ VB തന്നെ. ദെൻ 100 മൾട്ടിപ്ലൈ 100 ഇൻറ്റു 10⁻⁶ ഡിവൈഡ് ബൈ √3. ഇൻ കേസ് 220 ചെയ്യണം 10⁻³ ഓക്കെ, വാല്യൂസ് 262.43 ആംപിയർ. ഓക്കെ, ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത് ഇപ്പോൾ കറണ്ട് കണ്ടുപിടിച്ച് ഓരോ ഇതിനകത്തേക്കുള്ള കറണ്ട് തമ്മിൽ കണ്ടുപിടിച്ച് ഇതിൻ്റെ ക്വസ്റ്റ്യൻ കാണിച്ചേ. അപ്പോൾ ഇവിടെ നിന്നുള്ള കറണ്ട് 11/220 അല്ല, ഈ സൈഡിലുള്ള ഓക്കെ G1 G2 ഡിഫറൻസ്. അപ്പോൾ ട്രാൻസ്ഫോമറിന് മുമ്പിലും പുറകിലുമുള്ള കറണ്ടാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, G1 മാത്രം എടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പം ട്രാൻസ്ഫോമറിന് മുമ്പിലും പുറകിലുള്ള കറണ്ട് കണ്ടുപിടിച്ചു ഇപ്പം. ഓക്കെ, പിന്നെ അതിൻ്റെ IPU കണ്ടുപിടിക്കാൻ പറ്റണം. I-fault by I-base of 220. ഓക്കെ, 220 എടുക്കാൻ കാരണം ഓക്കെ ട്രാൻസ്ഫോമറിന് ശേഷമുള്ള ഇതാണ് എടുക്കണേ. ശരി, എടുക്കുന്നത് ഓക്കെ.
അപ്പോൾ IPU കണ്ടുപിടിക്കാൻ വേണം. IPU കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ IF by ഐ ബേസ് ഓഫ് ഇത് കൊടുക്കണം 220 വോൾട്ട് എന്ന് കൊടുത്തിട്ട് അല്ല കൺഫ്യൂഷൻ I base of 220 kV. ഓക്കെ, ഐ ഫോൾട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഐ വോൾട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് 1.18 K, അതായത് 1.18 Into 10⁻³ ഡിവൈഡഡ് ബൈ IB. IB 220 KV ആണ്. 262.43 ആംപിയർ ആണ്. ഓക്കെ, നമുക്ക് ആൻസർ വരിക 4.5 പെർ 4.5 യൂണിറ്റ് PU പെർ യൂണിറ്റ് കിട്ടി. IPU കിട്ടി. പിന്നെ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇനി നെക്സ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത് ഐ ഫോൾട്ട് ഐ ഫോൾട്ട് ഓഫ് 11 kV. ഐ ഫോൾട്ട് ഓഫ് 11 KV കണ്ടുപിടിക്കാൻ വേണം. ഐ ഫോൾട്ട് ഓഫ് 11 KV. IPU into IB. IPU into IB. IB of what? IB Of 11 KV. ഓഫ് 11 kV. ഓക്കെ, നമ്മൾ ഐ ഫോൾട്ട് കണ്ടുപിടിക്കാൻ ഈ കിട്ടിയ IPU IPUവിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. IPUവും 4.5 മൾട്ടിപ്ലൈ ബൈ കിട്ടിയ IB 11 KV കിട്ടിയ 5200 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. 248.6 കിട്ടിയത് 23.6 kV. 23.6 KA കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ സാധനം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. 11 KV ഐ ഫോൾട്ട് ഓഫ് 11 KV കിട്ടി. 23.6. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. IG1. ദെൻ നമ്മൾ ജനറേറ്ററിലേക്ക് കിടക്കുന്നു. ജനറേറ്ററിൻ്റെ ഇക്വേഷൻ 0.33. അതിനെ ഇത് കണ്ടുപിടിക്കേണ്ടത് ജനറേറ്ററിൻ്റെ കേസിലേക്ക് വരുമ്പോൾ 0.366. ഇതാണ് 0.366. ഓ G1 കേസിലുള്ളത്. G1 അല്ലല്ലോ, G2 അല്ലേ? G2. ഓക്കെ, ശരിയാക്കുന്നത് ജീവൻ തന്നെ. അങ്ങനെ എഴുതേണ്ടത് കറക്റ്റ്. 3555. സെക്കൻഡ് കേസിൽ 35 എടുക്കും, എന്നിട്ട് ഇതിനെ ടോട്ടൽ ചെയ്യും. അതായത് IG1 is equal to XG2 divided by XG2 അല്ല, G1. അതായത് ഇവിടെ നമ്മൾ പ്ലസ് ചെയ്തായിരുന്നു, സബ്സിസ്റ്റ് ആക്കിയിട്ട് പ്ലസ് ചെയ്തായിരുന്നു. അപ്പോൾ XG2 പ്ലസ് X of T2 divided by XG2 plus T2 plus XG1 plus T1 multiply by 11 kV fault. Why 11 kV? Because ജനറേറ്ററിൻ്റെ ഫ്രണ്ടിലെ കേസ് 11 kV ആണ്, സെക്കൻഡറി ആണ് 220. അവിടുത്തെ ഫോൾട്ടിയാണ് എടുക്കേണ്ടത്. നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, 12 പോയിന്റ്. ഓക്കെ, അപ്പോൾ ആൻസർ ആയിട്ട് 12.06 KA കിട്ടും. KA തന്നെ വേണം, കിട്ടുന്ന വാല്യൂവിനെ KAയിലേക്ക് തന്നെ മാറ്റണം. കാരണം KA വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ. KA കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് കുറയ്ക്കും. പിന്നെ IG2. ഇനി IG2 ആണ്. IG2 is equal to G1 plus T1 divided by G1 plus T1 plus G2 plus T2 into IFK. What's that? IF 11 kV. Okay. 0.35 divided by
0.35 divided by 0.716 into multiply 23.6, that's 11.54 KA. ഇത്രയും കണ്ടുപിടിച്ചാൽ 25 മാർക്ക് എല്ലാം കൂടി കിട്ടും.